Hey guys, welcome back to our channel. एंथनी के इस दूसरे पार्ट के साथ आ गए हैं। तो यार अभी तो हम लोगों को समझ आया कि कैसे जो एंथनी है उन्होंने एक लड़की है उसके पापा को मार दिया है। वही अब बाकी देखते हैं कि क्या होने वाला है इस पार्ट में। तो फिर आप भी देखिए, हम भी देखते हैं। लेट्स बहुत सुंदर है ना। Pistikçe Duki. Fica de novo, fica perto. बहुत बहुत बोला जा रहा है। वाह यार, इतने टाइम बाद जेल से निकले अब सिगरेट की डिमांड करनी। क्या हुआ है शायद मनोज उनकी लाइफ में कुछ इम्पोर्टेंट रोल प्ले करता है। ആഹാ ഇതുവരെ തീർന്നില്ലേടി മാതാവിന് എന്നാത്തിനടി ഇത്രയും മെഴുകിരി ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് നല്ലതാ. ആ ആയിക്കോട്ടെ. उसकी बेटी के सामने और पाँव उसका टूट गया ऑब्वियसली। उसको साइड कर दिया यार। ओए ये क्यों मार रहा उसको? സാക്ഷി പറഞ്ഞ ജീവിതം മുഴുവൻ ഞാൻ ജയിലിൽ കിടന്ന് പുഴുക്കുന്നു. എന്തിനാണ് ഈ വയ്യാത്ത കാലം കൊണ്ട് പറഞ്ഞാ കേൾക്കണ്ടേ? ആശാനെ സ്വീകരിക്കാൻ വന്നെന്ന് പറഞ്ഞ ഒറ്റ വാശിയില്ലായിരുന്നു മനോജോട്ട്. പിന്നെ സ്വീകരിക്കാനായിട്ട് ഏഷ്യാഡ് മെഡൽ വാങ്ങാനല്ലേ ഞാൻ പോയത്. यार ये शायद अच्छे इंसान है। കൗൺസിലിനൊക്കെ പോകുന്നുണ്ട്. മതിയൊക്കെ വണ്ടി കയറി സീനാക്കല്ല. കയറി 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 പടാ. इतने सारे लोग आए ना उसको लेने। എന്നാ ഒരിക്കലാണ് വെട്ടിയത് പകരത്തിന് പകരം തന്നെയാ. പക്ഷെ വടക്ക് സേവരി ചാവുന്ന് നമ്മളാരും കരുതിയില്ലല്ലോ. അതുകൊണ്ടല്ലേ നമ്മുടെ ആശാൻ. അതുകൊണ്ട് ഇപ്പൊ എന്താ അന്ന് പക്ഷെ ആശാനൊന്ന് സമ്മതിച്ചിരുന്നേ. ആ കുറ്റം ഞാൻ ഏറ്റെടുക്കില്ല. ആശാനെ ഞാൻ പോയേ ജേസു ഉമ്മാനെ വിളിച്ചോണ്ട് പോയേ. വന്നേ വന്നേ. ആ കുറ്റമൊക്കെ വന്നു. ആശാനെ വിട്ടുകളെന്നേ. പോ. पर रीजन नहीं दिखाया कि मारा क्यों। वही ചേട്ടാ ആ വരണില്ലേ? ഇല്ലടാ നിങ്ങൾ പോയിക്കോ. ഞാൻ ഇന്ന് ആശാന്റെ കൂടെ.
പൊക്കോടാ, കൊച്ചു കാത്തിരിക്കില്ലേ, പൊക്കോ. कितना अच्छा है ये, कितना सोचता है दूसरों के बारे में. ആശാനെ പള്ളിയിൽ നിന്ന് അച്ഛൻ വിളിച്ചിരുന്നു, നാളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. वाह, വിജയ്, ആ बढ़िया बंदा लग रहा है. തന്തയിലുണ്ടായപ്പോ ഒരു കൊച്ചിന്റെയും തള്ളേടെയും കാര്യം പറയണം. വാ अच्छा, ഈ വിടക്ക് സേവ്യറിനെ നീ കൊന്നതിന്റെ പിന്നിലുള്ള കാരണമൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം. അത് നീ വിട്ടേക്ക്. അവൻ മനോജിന്റെ കാലെടുത്തതിന് പകരം കുറച്ച് നാള് അവനെ കിടത്തണമെന്ന് ഞാൻ വിചാരിച്ചുള്ളൂ. ആ പന്ന ചാവെന്ന് വിചാരിച്ചില്ല. अच्छा. എടാ, അവനൊക്കെ मनोज की ചാവുണ്ടായിട്ട് टांग തന്നെയാണ്. काटी അത് പക്ഷെ इसीलिए. നിന്റെ കൈ ഉണ്ടായെന്നുള്ളതാണ് എന്റെ വിഷമം. പിന്നെ ഈ സേവ്യറിന്റെ ഭാര്യ ജെസ്സി ഈ കേസിൽ ഒരു ദൃക്സാക്ഷിയാണ്. അത് സി ഐ പറഞ്ഞായിരുന്നു, പക്ഷെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അല്ലടാ, അവള് കണ്ടിട്ടുണ്ട്. എന്നോട് അവള് നേരിട്ട് പറഞ്ഞു. उसकी बीवी के सामने उसके पति को मारा गया. हालांकि ऑब्वियसली उसने भी मनोज की वो करी है, टांग काटी है, बट എടാ, ഈ ജെസ്സി അങ്ങനെ അവളുടെ മൊഴിയിൽ ഉറച്ചു നിന്നാല് ഓ, അതൊക്കെ ഇനി മാധവ വക്കീല് നോക്കിക്കോളും. എടാ അങ്ങേര് നിന്റെ കാര്യം നോക്കും. ഇപ്പൊ അവരുടെ കാര്യം മനസ്സിലായില്ല, നീ കാര്യം എന്താന്ന് പറ. എടാ, ഞാൻ ജെസ്സിയോട് സംസാരിച്ചിരുന്നു. ഒരു 10 സെന്റ് സ്ഥലവും ഒരു വീടും സ്വന്തമായിട്ട് അവരുടെ പേരിൽ എഴുതി കൊടുക്കുകയാണെങ്കിൽ അവള് മൊഴി മാറ്റി പറയാൻ തയ്യാറാണ്. നിനക്ക് ഈ കേസിൽ നിന്ന് ഊരി പോരും ചെയ്യാലോ. अच्छा उसको बोल भी रहा എന്റെ था. പോളെ, കേസ് കേസിന്റെ വഴി കിടക്കട്ടെ. തേടാ കോപ്പനി, നീ ആസ്ഥാനത്ത് ഒരു ആദർശം പറയാൻ നിൽക്കലടാ ആൻഡോസേ. നീ എടാ ഇടിയിറച്ചിയും അച്ചാറും വിട്ടിട്ടാണ് ജീവിക്കണമെങ്കിലും ഇവിടെ നല്ല ഒന്നാന്തരം കോളേജില് ഹോസ്റ്റലിൽ നിർത്തി നല്ല അന്തസ്സായിട്ടാണ് അവളെ കൊച്ചിനെ പഠിപ്പിക്കണേ. वही सही മനസ്സിലായോ? बात है यार. അപ്പൊ ഈ വീടിന്റെ വാടക, കൊച്ചിന്റെ ഫീസ്, ഹോസ്റ്റൽ ഫീസ്, ബാക്കി ചെലവുകളൊക്കെ ആയിട്ട് കുറച്ച് കഷ്ടമാണ് അവരുടെ കാര്യം. ഞാനിപ്പോ എന്തുകൊണ്ടെന്ന് നീ പറയുന്നേ? പറയാനൊന്നുമില്ല ആൻഡോസേ, ഞാൻ തീരുമാനിച്ചു. നീ അതങ്ങോട്ട് ചെയ്താ മതി. उसको चाहता था जेल ना भेजे. पर उसको पता है करनी तो उसके वही है जो उसका वो करे. ആന്റണി, ട്രയലിൽ അവർ മൊഴിമാറ്റി കഴിഞ്ഞിട്ട് പോരെ വസ്തു കൈമാറ്റം. ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാ, വീടും സ്ഥലവും കിട്ടിക്കഴിഞ്ഞ് മൊഴിമാറ്റിയില്ലെങ്കിലോ? മനുഷ്യരുടെ മനസ്സാണേ. അത് കുഴപ്പമില്ല, അവർ ചതിക്കുകയാണെങ്കിൽ ചതിക്കട്ടെ, അത് കൊടുത്തേക്കാം. हाँ, और उसने घर दे दिया होगा और उसने धोखा दिया है. ആ, നാളെ രാവിലെ രജിസ്റ്റർ ഓഫീസിൽ വന്നാൽ മതി. ബാക്കി നീക്കുപോക്കുകളൊക്കെ അവിടെ വെച്ചാവാം. ആ, और ये उसको धोखा देगी. കൊല്ലണമെന്ന് വെച്ച് ചെയ്തതല്ല, മനോജിന് പകരം സംഭവിച്ചു പോയതാ. നന്നായി. अच्छा किया. ये क्या हुआ? उसने अपने पति के लिए बहुत अच्छा किया. और ये जेसी भी इसको एंथनी को धोखा देती, क्योंकि जेल तो गया, हम लोगों ने देखा है स्टार्टिंग में. अब आराम से एंथनी ने, ये कौन है लेकिन? ഏയ് ഇല്ല, My mistake. Sorry.
ചേട്ടാ ഈ അവറാന്റെ വീട് എവിടെയാ? അവറാൻ മുതലാളിയോ? ബിജുവേ, ഇവരെ അവറാൻ മുതലാളിയുടെ വീട്ടിലേക്കാ. വായിച്ചി. आवरण है कौन जिसको सभी जानते हैं? उसका नाम पे सिटी है, सिटी है शायद. അവറാൻ സിറ്റി ഞാനാ, ബിജുവാ. എന്നാടാ കോമ്പിനേഷനെ കൊണ്ടുവന്നതാ. नर्स, अच्छा. അപ്സരസ് ആണോടാ? അപ്സരസ് അല്ല, മാലാഖ. മാലാഖ. वाह, നീ കൊള്ളാലടി മച്ചാ. കേറി വാ. ഓ എല്ലാത്തിങ്ങളും വരുന്നത് മാലാകയായിട്ടാ, പിന്നെ മറുതയാകും രക്തരക്ഷ. എടാ ബിജുവേ, നീ ഇടയ്ക്ക് വന്ന ആ കാറൊന്ന് അനക്കിടണം. ആ, എന്നാടി നിന്റെ പേര്? മായ. മായ. कितनी स्वीट है यार ये माया. നിനക്കൊരു 32 വയസ്സ് വരും അല്ലേ? ആ അതെങ്ങനെ മനസ്സിലായി? യേശുദാസ് പലപ്പോഴായിട്ട് പാടിയ പാട്ട് നീ ഒന്നിട്ട് ഞാൻ പറയാം. ഓരോ പാട്ടും അയാൾ ഏത് പ്രായത്തിലാ പാടിയ. നീ എന്നെ എടുക്ക. സാറ് പറയുന്നിട്ട് ചിരിക്കുമായിരുന്നു. ആ, എന്നാ ചിരിക്കുമ്പോ ഒച്ച ചിരിക്കണം, എന്നാൽ എനിക്ക് എന്നെ കാണാൻ പറ്റൂ. ഓ വാ. वाह यार, स्टार्टिंग में आती ही काम करने लगती. നീ എന്റെ കയ്യെ പിടിച്ചോണ്ടെങ്കിൽ वाह वाह वाह, अंकल तो पूरी मोहिनी. വേണ്ട. നിനക്കറിയോ, പണ്ടൊന്നും എന്നെ നോക്കി ആരും ഇതുപോലെ ചിരിക്കുകയല്ല, പേടിയായിരുന്നു. यार इन अंकल की नर्स बनना है तो मुश्किल. രാജാവ് ചിരി പോയിട്ട് ഒച്ച പൊങ്ങത്തില്ല ഒരുത്തന്റെ. എന്റെ പേരായി സിറ്റിക്ക് അവറാൻ സിറ്റി. वो പരിഹസിച്ചുള്ള ചിരിക്ക് ശബ്ദം വേണ്ട. ഓ എടുത്തേ. ആരാ? എന്താടാ അന്ത പേരെ? ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതിന്റെ വിവരമൊന്നും ഇല്ലല്ലോ. ഞാൻ ഇറങ്ങാൻ നിൽക്കായിരുന്നു അവറാച്ച. അപ്പളാ CI പ്രൊമോസർ വിളിച്ചേ. अच्छा चाचा है इसके. आपने അറിയില്ല. सॉरी एंथनी के. ഇല്ല, ആളെത്തി. ഞാനേ സംസാരിച്ചിട്ടേ അവസരം വിളിക്കാം. पुलिस वाले अब यहाँ क्यों आ गए? ഇറങ്ങിയോടാ. വാടാ. എന്താണ് സാറേ, സേവറിന്റെ കേസിൽ പുതിയ സാക്ഷിനെ കിട്ടിയ? ആന്റണി, ഒരാളെ ഒതുക്കണം. എന്താ നിന്റെ ഡീല്? പണി അറിഞ്ഞാലേ ആന്റണി ഡീല് പറയൂ. क्या है इसका സാറ് കാര്യം പറ. കളമ്പുകാട്ടെ ലോറൻസ് തങ്കമണിയിൽ കുറച്ച് സ്ഥലം മേടിച്ച് ഞാനൊരു റിസോർട്ട് പണിതിട്ടുണ്ട്. अच्छा അതിപ്പോ നമ്മളിതൊന്നും അറിയുന്നില്ല കേട്ടോ. എന്റെ പേരിലല്ലോ, ഇവന്റെ പേരില്ല. ഇവനാ ബിനാമി ജോമോൻ. നമ്മുടെ ലോറൻസ് കണ്ണുവച്ച ഭൂമിയാ. അതിന്റെ പേരിലാ ഇവനെ. लॉरेंस ने उसको मारा ना. मतलब जिसको मारा वो भिखारी आदमी था. ചേട്ടാ പ്രശ്നം ഉണ്ടാക്കി ഞങ്ങൾക്ക് പോലീസ് വിളിക്കേണ്ടി വരും. क्या गंदा था ये लॉरेंस. ഇവിടെ വെച്ച് വേണ്ട, അവനെ ഫാക്ടറിയിലേക്ക് കൊണ്ടുവാ. कितने खतरनाक लोग हैं बेचारा. खुद की रिजॉर्ट पे ऐसे दादागिरी करके. അത് നടത്താൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ ഗുണ്ടായിസല്ലേ? ഗുണ്ടകൾ ഗുണ്ടായസല്ലാണ്ട് പിന്നെ കമ്മ്യൂണിസം കാണിക്കൂ സാറേ. ഇനി ലോറൻസിനെ കൊണ്ട് എനിക്കൊരു ഉപദ്രവം ഉണ്ടാവരുത്. ആന്റണി, നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ പറ. क्या लेगा भाई एंथनी? സാറിന് കുമരകത്ത് 3 ഹൗസ് ബോട്ടില്ലേ? അതിലൊരെണ്ണത്തിന്റെ നടത്തിപ്പും വരുമാനം എനിക്ക്. അത് പിന്നെ സമ്മതമാണെങ്കിൽ മതി. സാർ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ആലോചിക്കാനൊന്നുമില്ല. ആന്റണിയുടെ ഇഷ്ടം, സമ്മതം. वाह यार, इतना रुपया है क्या? वही ധൈര്യമായിട്ട് നോക്കൂ. हमारा काम भी हो गया.
यार देखा जाए ना, हमें ये तो पता लग गया कि एंथनी का काफी रुतबा है। और सबसे खतरनाक ये था कि जब एंथनी ने ना जेवियर को मारा, तो उसकी बीवी खुश हो गई, बोला ठीक किया। तो कि लाइक आपने अच्छा किया। हाँ, वो बहुत ज्यादा बहुत शॉकिंग ज्यादा था। शॉकिंग था। मतलब हमें ये लगता है कि कुछ ना कुछ तो ऐसी बात होगी कि उसकी बीवी ने इतनी बड़ी बात बोली है। वही, बाकी यार देखते हैं आगे क्या होगा। और ये हम लोगों का अवारन है ना, जिसके ऊपर सिटी रखी गई है, उनका नेचर काफी ज्यादा अच्छा लगा। बहुत फनी और वही। चीयरफुल और जॉली पर्सन है। वही, बाकी देखते हैं कि एंथनी का उसके चाचा के साथ रिलेशन क्या था। और मेरे को लग रहा है जो उसकी नर्स आई है ना अवारन की, वो भी शायद बढ़िया ही होगी। तो गाइस यही था हमारा रिएक्शन। आप लोगों को कैसा लगा कमेंट करके जरूर बताइएगा। अगर अच्छा लगे तो हमारे वीडियो को लाइक करिए, शेयर करिए, कमेंट करिए। और अगर इस चैनल पे नहीं हो तो सब्सक्राइब करिए। बाकी हम लोगों ने अपने इंस्टाग्राम हैंडल का लिंक डिस्क्रिप्शन में दिया, अगर फॉलो करना चाहते हो तो कर सकते हैं। तो मिलते हैं एक और न्यू वीडियो के साथ, तब तक के लिए बाय।